പ്രസിഡന്റാണ്. ഈ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ആ സ്ഥിതിയെ കുറച്ചുകൂടി ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടിയിരുന്നെന്ന് തോന്നുന്നുണ്ടോ? അതെ, ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മൂവ് ചെയ്യുമ്പോൾ ജനറൽ സെക്രട്ടറിയെ കുറിച്ച് ഒരു എന്തെങ്കിലും രീതിയിലുള്ള ഒരു പരാതിയോ പരിഭവം പറയുന്നത് ശരിയല്ല. നമ്മൾ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ്, ഈ എക്സിക്യൂട്ടീവിന്റെ തീരുമാനമാണ്. അത് നമ്മൾ ഫോണിലൂടെയൊക്കെ നിർദ്ദേശിച്ച് നിങ്ങളിൽ പലരും എന്നെ ഇടതടവില്ലാതെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഒരു ധാരണയിലെത്തിയതിനു ശേഷം മാത്രമേ ഞാൻ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം ധാരണയിലെത്തിയ ബഹുമാനപ്പെട്ട പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഒക്കെ ഞങ്ങളോട് ചോദിച്ചിട്ട് ഞങ്ങളുടെയും കൂടെ അഭിപ്രായം കണക്കിലെടുത്തിട്ടാണ് വ്യക്തമായ ഒരു തീരുമാനം സിദ്ദിഖ് പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞതിൽ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ സംശയങ്ങളുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാനും കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരു കാര്യം കൂടി, ഈ ആക്രമിക്കപ്പെട്ട ഈ നടിയോട് അമ്മ പുലർത്തിയ സമീപനം അത് ശരിയായ സമീപനമായിരുന്നു എന്ന് ജഗദീഷ് ഇപ്പോൾ തോന്നുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിന് വ്യക്തമായ നിലപാടാണ്. ആക്രമിക്കപ്പെട്ട നടിയുടെ കാര്യത്തിൽ നീതി കിട്ടണം. അതില് തീർച്ചയായിട്ടും യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടണം. അതാരാണെന്ന് കോടതി വളരെ സമയമെടുത്താണ്, കൂടുതൽ സമയമെടുത്താണ് അതിന്റെ വാദങ്ങളൊക്കെ നടക്കുന്നത്. വീണ്ടും വീണ്ടും അതിന്റെ പല വശങ്ങളും അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ ഇത്രയും നീണ്ടുപോയ ഒരു സംഭവം ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നീതി കിട്ടും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഈ ആത്മാ പ്രസിഡന്റിനെതിരായിട്ടുള്ള പരാമർശത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇതില് ഈ ആത്മാ പ്രസിഡന്റ് എന്നല്ല, അമ്മയുടെ പ്രസിഡന്റ് എന്നല്ല, നമ്മൾ ഇതിനകത്ത് ആരോപണങ്ങൾ ആർക്ക് നേരെ വന്നിരുന്നാലും അത് അന്വേഷിക്കപ്പെടണം, അത്രേ ഉള്ളൂ. അതല്ലാതെ അത് ആരെന്ന് മനസ്സിലാക്കാതെ നമുക്ക് പറയില്ല. വ്യക്തിപരമായി ഇപ്പോ എന്താ പറയാ, അമ്മയുടെ പ്രസിഡന്റിനെതിരെയോ ജനറൽ സെക്രട്ടറിയെതിരെയോ വൈസ് പ്രസിഡന്റായ എനിക്കെതിരെയോ ഒരു ആരോപണം വന്നിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ ആരോപണം ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഈ വാർത്താ സമ്മേളനത്തിലുടനീളം, അമ്മയുടെ വാർത്താ സമ്മേളനത്തിലുടനീളം കേട്ടൊരു വാക്കുണ്ട്, ഒറ്റപ്പെട്ട സംഭവങ്ങൾ. ഇതെല്ലാം കൂടി ഒറ്റപ്പെട്ടതാണ്. 14 സംഭവങ്ങൾ ഒറ്റപ്പെട്ടതായിട്ട് അല്ല, ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് വിശദീകരിക്കുന്നത് അതിനോട് വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. അത് ഒരു രക്ഷപ്പെടലാണ്. ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ തന്നെ, ഒരു സംഭവമാണെങ്കിൽ പോലും അതിനെതിരെ നടപടി വേണമെന്ന പക്ഷക്കാരനാണ് ഞാൻ. ഈ സാധാരണ രാഷ്ട്രീയത്തിൽ എന്ത് നടക്കുമ്പോഴും, ഒരു അക്രമം നടക്കുമ്പോൾ ഭരണപക്ഷം പറയും അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന്, പ്രതിപക്ഷം പറയും ഒറ്റപ്പെട്ട സംഭവമല്ല, അത് ഇന്ന രീതിയിലാണെന്ന്. അത് മാറി മാറി വരുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയം ഇതിനകത്തില്ല. ഇതിനകത്ത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും അത് 50 പേർക്ക് പരാതിയുള്ളെങ്കിലും 70 പേർക്ക് പരാതിയുള്ളെങ്കിലും 5 പേർക്ക് മാത്രമേ പരാതി ഉള്ളെങ്കിൽ പോലും അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. അതിൽ പുകമറ സൃഷ്ടിക്കാൻ പാടില്ല. നമ്മള് ഇൻഡസ്ട്രിയിൽ എല്ലാവരും ഐക്യത്തോടെ പോകുന്നു, എല്ലായിടത്തും എക്സ്പ്ലോയിറ്റേഷൻ ആണെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അത് വ്യക്തിപരമായി തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യസന്ധമായി പറയുന്നു. അങ്ങനെ എല്ലായിടത്തും എക്സ്പ്ലോയിറ്റേഷൻ ഇല്ല, അത് നിങ്ങൾക്കും അറിയാം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും ജാഗ്രതയോടെ ചോദിക്കുന്നത്? ഇത് എല്ലാവരെയും ഞെട്ടിച്ച കുറെ വാർത്തകളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കൺസേൺഡ് ആവുന്നത്. ആ കൺസേൺ നല്ലത് തന്നെയാണ്. മാധ്യമങ്ങളെ ഒരു കാരണവശാലും ഞാൻ കുറ്റപ്പെടുത്തില്ല. ഞാനൊരു മാധ്യമ പ്രവർത്തകനാണെങ്കിൽ നിങ്ങൾ ഈ ചോദിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ചോദിക്കും. അത് ചോദിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ ആ കൺസേൺ നമുക്ക് ഒരുമിച്ച് സൊല്യൂഷൻ കണ്ടെത്താം. നിങ്ങൾ ഇതേപോലെ ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും അട്രോസിറ്റീസ് നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ധൈര്യമായിട്ട് ഇതേപോലെ ചൂണ്ടിക്കാണിക്കൂ. അതിന് പരിഹാരം കാണാൻ അമ്മയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടാവും. ശ്രമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ ജനങ്ങളിൽ നിന്നും ഫേസ് ചെയ്യേണ്ടി വരും. ഇതിപ്പോ എല്ലാവരെയും ഞെട്ടിച്ചു എന്ന്, പക്ഷെ അമ്മയുടെ നേതൃത്വം ഇരിക്കുന്ന ആളുകൾ പറയുന്നത് തങ്ങളെ അത്രയും ഞെട്ടിച്ചിട്ടില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണം. അല്ല, അങ്ങനെ ഞെട്ടിച്ചിട്ടില്ല എന്നല്ല, എല്ലാവർക്കും ഷോക്ക്ഡ് ആണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ഏതെങ്കിലും ഭാഷയിൽ പറഞ്ഞ വാക്കുകൾ വെച്ച് നിങ്ങൾ പറയരുത്. അമ്മയിലെ അംഗങ്ങളെല്ലാം തന്നെ ഇത് ഷോക്ക്ഡ് ആയിരുന്നു. ഇങ്ങനെ ഒരു റിപ്പോർട്ടിലെ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ ഷോക്ക്ഡ് ആയിരുന്നു. ഇത്രയും ആരോപണങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് ഷോക്കിംഗ് ആണ്. ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതോട് ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല എന്ന് അമ്മ ആവർത്തിച്ച് പറയുകയാണ്. പക്ഷെ ഒരു സംശയം, ഈ റിപ്പോർട്ടിന് വേണ്ടി മാധ്യമപ്രവർത്തകർ ആർട്ടിയെ ഫയൽ ചെയ്യുകയാണ്, അതിനുവേണ്ടിയുള്ള നിയമ പോരാട്ടം നടത്തുന്നു. ഒരു തുണ്ട് കടലാസ് പോലും ഈ സംഘടനകളൊന്നും ഈ റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടി നൽകിയില്ല. സ്വന്തം സംഘടനകളുടെയോ അല്ലെങ്കിൽ സ്വന്തം തൊഴിലുമായി ബന്ധപ്പെട്ടൊരു വലിയ അന്വേഷണം സർക്കാർ നടത്തിയിട്ട് അതിന്റെ എന്താണ് അതിന്റെ കണ്ടെത്തലെന്ന് അന്വേഷിച്ച് ഈ സംഘടനകൾ ആരും സർക്കാരിനെ സമീപിച്ചില്ല എന്നുള്ളത് സംശയകരമല്ലേ? അല്ല, സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ്. അതായത് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഇൻഡസ്ട്രി നേരിടുന്ന പ്രശ്നങ്ങളെ പഠിക്കാൻ വേണ്ടി ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചു. ആ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പോൾ പല കാരണങ്ങളാലും അത് തൽക്കാലം പുറത്തുവിടാൻ പാടില്ല. അതിനകത്ത് ഇരകളുടെ കാര്യത്തിലായിരുന്നാലും വേട്ടക്കാരന്റെ കാര്യത്തിലായിരുന്നാലും സീക്രസി മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊരു അഭിപ്രായം വന്നത് പ്രകാരം അപ്പോ അത് കുറച്ചുനാളല്ല, ഏറെ വർഷം അത് പെൻഡിംഗ് ആയി. അപ്പോ തീരുമാനം നിയമപരമായിട്ടാണ് വരേണ്ടത്. ആ നിയമപരമായിട്ടുള്ളൊരു തീരുമാനം വരുന്നത് വരെ അമ്മ ഉടൻ തന്നെ റിപ്പോർട്ട് വെളിവിടൂ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇപ്പൊ തീർച്ചയായിട്ടും പറഞ്ഞത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണ്. അന്ന് 2 മണിക്ക് ഇത് പുറത്ത് വിടുന്നത് വരെ 1:45 വിധിയും കൂടെ വന്നതിന് ശേഷമാണിത്, അല്ലെങ്കിൽ ആ വിധി പെൻഡിങ് വന്നതിന് ശേഷമാണ് ഇത് 2 മണിക്കാണ് പുറത്ത് വിട്ടത്. നിങ്ങൾ റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം ചോദിച്ച കാര്യം പുറത്ത് വരുന്നതിന് മുമ്പ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഒരു കേസിന്റെ വിധി കൂടെ വന്നതിന് ശേഷം മാത്രമേ പുറത്തു വരുള്ളൂ എന്ന് അന്ന് പറഞ്ഞിരുന്നു. എല്ലാവരും എങ്ങനെ ആ റിപ്പോർട്ട് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസാണ്. തീർച്ചയായിട്ടും നമുക്ക് കൺസേൺ ഉണ്ട്. ഈ കൺസേൺ ഉള്ളപ്പോൾ പോലും ഇത് അമ്മയിലെ അംഗങ്ങൾക്കോ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെയോ അല്ലെങ്കിൽ ഫെഫ്കയിലെയോ അംഗങ്ങൾക്കെതിരെ ഇത്രയും സ്റ്റേറ്റ്മെന്റ് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇത് മെച്ചപ്പെട്ട അവസ്ഥയ്ക്ക് വേണ്ടി അട്രോസിറ്റീസ് ഇത്രയും ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇൻഡസ്ട്രിയുടെ ഫംഗ്ഷനിങ് മെച്ചപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഈ കമ്മിറ്റി നിയോഗിച്ചത്. അതിലെ റെക്കമെൻഡേഷനാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അതിനേക്കാളും ഷോക്കിംഗ് ആയിട്ടുള്ള ചില വാർത്തകൾ വന്നിട്ടുണ്ട്. ഇല്ല, വ്യക്തിപരമായി വന്നിട്ടില്ല. ഇല്ല, ഇതേപോലെ വ്യക്തിപരമായിട്ടാണെങ്കിൽ അമ്മയിൽ ഇതേപോലെ പരാതി എഴുതി തന്നിട്ടുള്ള വേറെ ആരും എന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്ന ഒരു പരാതി അമ്മയിൽ ലഭിച്ചിട്ടില്ല. ഇപ്പൊ അടുത്ത കാലത്ത് ഇവര് വളരെ മുമ്പുള്ള ഒരു പരാതിയുടെ അത് വീണ്ടും ഇത്തവണ തന്നിട്ടുണ്ട്. അത് പരിഗണിക്കാനുള്ള സമയമാകുന്നതേ ഉള്ളൂ. ആ എക്സ്പ്ലോയിറ്റേഷൻ പറഞ്ഞ് പരാതി രേഖപ്പെടുത്തുമ്പോൾ അതൊന്നും നടക്കുന്നില്ല, അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയാൻ നമ്മൾ ആരാണ്? നേരത്തെ ഒരു പറഞ്ഞ ചോദ്യം